ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്ന് മോർണിംഗ് ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് പുട്ടാണ് കേട്ടോ. മാമ്പഴം വെച്ചിട്ടുള്ള ഗോതമ്പ് പുട്ടാണ്. നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൂവാണ്ടൻ മാമ്പഴം, കിളിച്ചുണ്ടൻ മാമ്പഴം ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്. ഇതിൻ്റെ പേരറിയില്ല, അറിയുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത് 3 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് റേഷൻ കടയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ആ ഗോതമ്പാവാണ് എടുത്തിരിക്കണേ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു പുട്ടുണ്ടാക്കാം. ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് ചൂടാകട്ടെ, അപ്പോഴത്തേക്ക് മാവൊക്കെ കുഴച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റെങ്കിലും നമ്മളിതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം ഗോതമ്പ് മാവ്. അപ്പോൾ ഇതുപോലെ പൊടിയായി കിട്ടും ഗൈസ്. അപ്പോൾ മാമ്പഴം ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ അരമുറി ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുകുറ്റിയിൽ എങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മാമ്പഴം കൂടി ഇട്ട് കൊടുക്കാം. അത് മാറ്റിയിട്ട് കുറച്ച് മാമ്പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതും കൂടെ മാറ്റി വെച്ച ശേഷം ആ പൊടി, ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ 3 വിധത്തിലുള്ള മാമ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് മാമ്പഴം കിട്ടുന്നുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാമ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പാകത്തിന് ആവിയിൽ വേവിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല കഴിച്ചോളും ഗൈസ്, അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്തും ആണല്ലോ. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിൽ മാറ്റാം. ഇതിൻ്റെ ഒപ്പം ഞാൻ ചെറുപയർ കറിയാണ് വെച്ചിരിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. കടലക്കറിയും കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ കറിയാണ്. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മോൾക്ക് കൊടുക്കാം. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ് ഗൈസ്. ഇനി നമുക്കതിലേക്ക് ചെറുപയർ കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ റാഗി മാവും അരിമാവ്, ഗോതമ്പ് മാവ്, അങ്ങനെ എല്ലാ മാവും വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പുട്ട് ഓരോ വിധത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അങ്ങനെ ഞാൻ ചെറുപയർ കറി അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നമുക്കിത് മോൾക്ക് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ ഇത് വീഡിയോ എടുത്തതാണ് ഗൈസ്. എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പയർ കറി വെച്ചതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പയർ കറിയുടെ വീഡിയോ ഞാൻ തനിച്ച് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.